ലാസ്റ്റ് ദിവസമാണ് ഇന്നത്തോടെ ഇവിടുന്ന് നമ്മൾ ഇറങ്ങും. നമ്മളെ ലാസ്റ്റ് ദിവസം ഇനി പിന്നെ ഒരിക്കൽ ഗംഗാദേവി അനുഗ്രഹിച്ചിട്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെയും പ്രയാഗിൽ ഇവിടെ എത്തുമായിരിക്കും. ഇതിൻ്റെ മുന്നേയും കുറേ കാലം മുമ്പ് വന്നിരുന്നു. 10-24 വർഷം മുമ്പ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഇവിടെ വന്നതാണ്. അപ്പം ഇനി ഇപ്രാവശ്യം ഇവിടെ വന്നപ്പം നമുക്ക് ഇവിടെ ഭഗവാൻ ഒരുക്കി തന്നത് ഈ വിശാലമായ ഒരു സ്വാമി മഠമുണ്ട്. സ്വാമിയുടെ ആശ്രമം ഇവിടെ ഒരു ഘട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഹോമം ചെയ്യാനുള്ള അവസരങ്ങൾ, സാധന ചെയ്യാനുള്ള അവസരം, കുറച്ച് അപ്പുറത്തായി ഗംഗയുണ്ട്, ഗംഗയിൽ പോയി കുളിക്കാനുള്ള അവസരം എല്ലാം ഒരുക്കി തരാൻ ഇവിടെ നമുക്ക് ഭഗവാനായിട്ട് നിയോഗിച്ച ഒരു സ്വാമിയുണ്ട്, ഒരു മഠാധിപതിയുണ്ട്. ഓം നമ ശംഭവ്യ ച മയോപവ്യ ച നമ ശങ്കരായ ച മയസ്കരായ ച നമ ശിവായ ച ശിവധരായ ച. ഞാൻ സ്വാമി ജയമണികണ്ഠ സരസ്വതി ആത്മബോധ ഫൗണ്ടേഷൻ്റെ ഒരു ആശ്രമമാണ് ഇത്. നീലകണ്ഠിലാണ് ആത്മബോധ ഫൗണ്ടേഷൻ്റെ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ മഠാധിപതി 19 വർഷമായിട്ട് അദ്ദേഹം ബദ്രിനാഥിലാണ് ഇരിക്കുന്നത്. സ്വാമി ആത്മരാമാനന്ദ സരസ്വതി. അദ്ദേഹം അധികം ആൾക്കാരെ അങ്ങനെ കാണാൻ ആഗ്രഹപ്പെടാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വരാത്തത്. ബാക്കി സമയങ്ങളിൽ അദ്ദേഹം നീലകണ്ഠിലേക്ക് വരുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ സമയം അദ്ദേഹം ബദ്രിനാഥിലാണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് ആത്മബോധ ഫൗണ്ടേഷന് ഈ വർഷമാണ് ആദ്യമായിട്ട് ഗവൺമെൻറ് അപ്രൂവലായിട്ട് ഇങ്ങനൊരു വ്യവസ്ഥ, സുവിലത ഗംഗാമയ്യ നമുക്ക് തന്നത്. കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദം കൊണ്ട് ഭാഗ്യം അത്ര തന്നെ. ഇവിടെ വരുന്ന ആര് വന്നാലും എനിക്ക് ഇത് ഭിക്ഷ കിട്ടിയതാണ്. ഗംഗാമയ്യയുടെ ഭിക്ഷാദാനമാണ് ഇത്. സന്യാസികളുടെ കുംഭമേളയാണ്. സാധാരണ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലായിടത്തും സന്യാസിനെ സേവ ചെയ്യുന്ന ഗൃഹസ്ഥരെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ നിലപാട് അങ്ങനെയല്ല. ഇവിടെ വരുന്ന എല്ലാ മക്കളെയും സേവ ചെയ്യാനാണല്ലോ നിങ്ങൾ വരുന്നേക്കാൾ മുമ്പേ ഗംഗാമയ്യ എന്നെ വിളിച്ചത്, ശങ്കരൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അതുകൊണ്ട് ഇവിടെ വരുന്ന ഒരു മക്കളും ഞാൻ ഇവിടെ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പാടില്ല എന്നുള്ളൊരു സുനിശ്ചിതത്തോടു കൂടിയിട്ടുള്ളതാണ് എൻ്റെ പ്രവർത്തനം. എന്തെങ്കിലും ഇവിടെ ആശ്രമത്തിൻ്റെ സുവിലതകളെ ഉണ്ടാവുള്ളൂ. അതിൽ സംതൃപ്തനാവണ ആര് വന്നാലും, എത്ര പേര് വന്നാലും ഗംഗാമയ്യ പറഞ്ഞയക്കുന്നതാ, ശങ്കരൻ വിളിച്ച് വരുന്നതാ. അവരൊക്കെ എൻ്റെ മക്കളാണ്. അവർക്ക് എനിക്ക് കിട്ടുന്നതിൽ ഉപരിയായിട്ടുള്ള എല്ലാ സേവനവും ഈ ആത്മബോധ ഫൗണ്ടേഷൻ അവർ കൊടുക്കുന്നതായിരിക്കും. നമശിവായ. സ്വാമി ഇവിടെ എല്ലാം ഒരുക്കി തരാൻ തയ്യാറാണ്. ഭക്തന്മാരുണ്ടെങ്കിൽ വരാം, അതുപോലെ സാധകരുണ്ടെങ്കിൽ വന്നാലും നമുക്കെല്ലാം ഒരുക്കി തരുമെന്നാണ് സ്വാമി പറയുന്നത്. ഞങ്ങൾക്കിവിടെ സുഖമായിരുന്നു. ഇവിടെ നല്ല രീതിയിൽ കിടക്കാനുള്ള സൗകര്യങ്ങൾ, പൂജ. അതെ, അതാ കേരളത്തിൽ നിന്ന് ഒരു ശിവലിംഗം കൊണ്ടുവന്നിട്ടുണ്ട് സ്വാമി പറയും. നീലകണ്ഠ ആശ്രമത്തിൽ പ്രതിഷ്ഠാകർമ്മം ചെയ്യാനുള്ള അങ്ങനൊരു മഹാഭാഗ്യം കൂടിയുണ്ട്. നീലകണ്ഠാശ്രമത്തിൽ ഇത് പ്രതിഷ്ഠ ചെയ്യാനുള്ള ശിവലിംഗമാണ് ഈ കാണുന്നത്. അപ്പം അതിന് ഇവിടെ വെച്ച് ജലസമാധി, ഈ ജലത്തിൽ ജലാധിവാസമാണ്. ഗംഗയാണ് ഈ സംഭവം. ഗംഗയിലാണ് നമ്മൾ ഇരിക്കുന്നതും കിടക്കുന്നതൊക്കെ. മണൽത്തിട്ടയായി കിടക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ജലം വന്ന് മൂടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വെച്ചാണ് ഈ ജലാധിവാസമൊക്കെ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാൽ ഹിമാലയത്തിലെ വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥലമാണ് നീലകണ്ഠ്. സത്യത്തിൽ കേരളത്തിലെ പലർക്കും അത് അറിയില്ല. നീലകണ്ഠ് എന്ന് പറയുമ്പോൾ നരനാരായണ പർവ്വതത്തിൻ്റെ ഇടയ്ക്കാണ് നീലകണ്ഠ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നീലകണ്ഠ് ഒരു ക്ഷേത്രമുണ്ട്. അതിൻ്റെ 4 കിലോമീറ്റർ പുറകിലാണ് നമ്മുടെ ഈ ആത്മബോധ ഫൗണ്ടേഷൻ്റെ ആശ്രമം നിലനിൽക്കുന്നത്. ആ നരനാരായണ പർവ്വതത്തിൻ്റെ മുകളിലാണ് നമ്മൾ ഈ വിഗ്രഹം അല്ലെങ്കിൽ ശങ്കരനെ പ്രതിഷ്ഠാകർമ്മങ്ങൾ ചെയ്യാൻ പോകുന്നത്. മൊബൈൽ നമ്പർ കൂടി ഒന്ന് പറയാൻ പറ്റുമോ? 9074-202-773. കഴിഞ്ഞ സ്വാമി എവിടെയാണ് ഉണ്ടാവുക? ഈ ഇവിടുത്തെ ഈ ഗംഗയിലെ ഈ പ്രയാഗിലെ സംഭവം കഴിഞ്ഞാൽ അത് ശങ്കരന് മാത്രമേ അറിയുള്ളൂ. ഞാൻ എവിടെ എത്തിയ അവിടെ വിഷ്ണുലോകം. നമശിവായ. അപ്പം ഓം നമശിവായ, ജയ് ശ്രീറാം എന്ന് ഞാനിതിൻ്റെ താഴെ കൊടുക്കാം സ്വാമീൻ്റെ നമ്പർ ഒന്നുകൂടി. ഇത് മീനങ്ങാടിയിൽ നിന്ന് നമ്മളെ കൂടെയുള്ള ആളാണ് ശിവേട്ടൻ മീനങ്ങാടി. ജയ് ശ്രീറാം. വീണ്ടും ഗംഗയിൽ വരാൻ പറ്റട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി വയനാട്ടിൽ നിന്നും മഹേഷ് രാഘവൻ. ഇതാണ് വേറെ നമ്മളൊരു ചങ്ക് ബ്രോ. ഇതാണ് എവിടെയാണ്?
വയനാട്ടില്ല, പാലക്കാട്. അതെ, പാലക്കാട് നിന്നാണ്. അപ്പം എന്ത് പറയണ്ടോ ഒന്ന്. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഈ ജമ്മത്ത് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവും തോന്നില്ലല്ലേ? കോപം പോലെയും സംഭവം എല്ലാം സെറ്റപ്പായിട്ട് ഒരു സമ്പൂർണ്ണ അവസരം പോകാൻ തന്നിട്ടുണ്ട്. നമ്മളെ കേരളത്തിൽ നിന്ന് വന്ന ആളുകളാണ്. പരിചയപ്പെടുത്തുന്നുണ്ടോ? എവിടെയാണ് സ്ഥലം? എവിടെയാണ്? ഒറ്റപ്പാലം, കൊച്ചി. ഒറ്റപ്പാലം അല്ലേ? തിരുവനന്തപുരം, മുംബൈ. എല്ലാ ടീമും ഉണ്ട്. എല്ലാരും ദുബൈയിൽ നിന്നാണ്. ഓക്കെ, ചാക്കൊക്കെ നിരത്തിയിട്ട് നല്ല അടിപൊളി സിസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. വൃത്തിയാക്കാനുള്ള ആളുകള്. വൻ സെറ്റപ്പാണ് എല്ലാം. सीता